ഞാൻ കഴിഞ്ഞ നവംബറിൽ ജയേട്ടനെ കുറിച്ചൊരു പ്രോഗ്രാം ചെയ്തിരുന്നു. നമ്മുടെ അനശ്വരനായ മലയാളത്തിൻ്റെ വീരനായകനായ ജയനെക്കുറിച്ച്. വീണ്ടും ശ്രീ ജയനെക്കുറിച്ച് ഒരു പ്രോഗ്രാം ചെയ്യുകയാണ്. കാരണം ഇന്ന്, അതായത് ജൂലൈ 25 മലയാളത്തിൻ്റെ ഇതിഹാസമായിരുന്ന കൊല്ലത്ത് കൊട്ടാരത്തിൻ്റെ വകയായ സത്രം സൂക്ഷിപ്പുകാരനായിരുന്ന മാധവൻ പിള്ളയുടെയും ഭാരതിയമ്മയുടെയും മകനായി ജനിച്ച ശ്രീ ജയൻ ജീവിച്ചിരുന്നുവെങ്കിൽ ഈ 25 ഞായറാഴ്ച 82 വയസ്സ് തികഞ്ഞേനെ. 82 വയസ്സ്. ആലോചിച്ച് നോക്കൂ, നമുക്ക് ജയനെക്കുറിച്ച് 82 വയസ്സുകാരനായി ചിന്തിക്കാൻ പറ്റുമോ? അദ്ദേഹം ഏതൊക്കെയോ സിനിമകളിൽ വയസ്സായ വേഷത്തിൽ വന്ന് ഈ വേഷം മാറി വരുന്നത് പോലെയൊക്കെ വന്നിട്ടുണ്ട് നസീർ സാറുമായിട്ട്. അപ്പം നല്ല ദൃഢഗാത്രനായ മനുഷ്യനായതുകൊണ്ട് താടിയൊക്കെ ഒട്ടിച്ച് വയസ്സനായി അഭിനയിച്ചുവെങ്കിലും നമുക്കതൊന്നും ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ 82 വയസ്സായ ശ്രീ ജയൻ ജീവിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് ഇപ്പോൾ ഉള്ള ആരാധനാ വിഗ്രഹം ഏത് തരത്തിലായിരിക്കുമെന്ന് ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കൂ. 1939 ജൂലൈ 25 അദ്ദേഹം ജനിച്ചത്. 41 വയസ്സിൽ 1980 നവംബർ 16. ഇപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്ന പോലെ ചന്നം ഭിന്നം പെയ്യുന്ന മഴയുള്ള ഒരു പകലിൽ കോളിളക്കമെന്ന് പറഞ്ഞ സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ ജയൻ ഹെലികോപ്റ്ററിൽ തൂങ്ങിയതിൻ്റെ കുഴപ്പമാണോ, അന്തരീക്ഷത്തിൻ്റെ പ്രശ്നമാണോ, ബാലങ്കേ നായർ സീറ്റിൽ നിന്ന് എണീറ്റതുകൊണ്ടാണോ, അല്ലെങ്കിൽ വിധി അദ്ദേഹത്തിന് അത്രയും കാലമേ അനുവദിച്ചുള്ളൂ എന്നതുകൊണ്ടാണോ അടിക്കത്തുടിക്ക പോയി എന്ന് പറയുന്നത് പോലെ 41 വയസ്സിൽ അദ്ദേഹം ഈ ലോകം വിട്ടുപോയി. 41 വയസ്സിൽ ലോകം വിട്ടുപോയ അദ്ദേഹം മരിച്ചിട്ട് 41 വർഷമായി. 1980 നവംബർ 16 അദ്ദേഹം മരിച്ചത്. അപ്പോൾ 41 വയസ്സിൽ ഈ ലോകം വിട്ടുപോയ അദ്ദേഹം വിട പറഞ്ഞിട്ട് 41 വർഷമായ കാലമാണിന്ന്. അപ്പം 41 41 അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ 82 വയസ്സായേനെ. തേവള്ളി കൊട്ടാരത്തിൽ ജോലിയുണ്ടായിരുന്ന സത്രം സൂക്ഷിപ്പുകാരനായിരുന്ന മാധവൻ പിള്ളയ്ക്കും ഭാരതിയമ്മയ്ക്കും വിവാഹം കഴിഞ്ഞ് 4 വർഷത്തോളം മക്കളില്ലായിരുന്നപ്പോൾ ഒരു താപസ തുല്യനായ ഒരാൾ പറഞ്ഞു, താങ്കൾ ഈ ജോലി ചെയ്യുന്ന ഈ സത്രത്തിൽ ഒരു ആൽമരം നടും, താങ്കൾക്ക് കുട്ടികളുണ്ടാവും. വിശ്വാസിയായ മാധവൻ പിള്ള ആ സത്രത്തിൻ്റെ മുന്നിൽ ഒരു ആൽമരം നട്ടു. ആ സത്രമാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷന് എതിർവശത്തുള്ള ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ. ഇന്നത്തെ ആ പോലീസ് സ്റ്റേഷൻ ഇപ്പോൾ കേരളത്തിൻ്റെ പോലീസുകാരുടെ മ്യൂസിയമാണ്. പോലീസുകാരുടെ കാലാകാലങ്ങളിൽ വന്ന മാറ്റങ്ങളെല്ലാം, വേഷഭൂഷാദികളടക്കം എല്ലാം ഉള്ള മ്യൂസിയമാണ് ഈ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ എതിർവശത്തുള്ള ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ. ഇനി ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലൂടെ ട്രെയിനിൽ പോയാൽ കാണാൻ പറ്റില്ല, ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ എതിർവശത്തുള്ള ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ താങ്കൾ നോക്കുക, ഒരു വലിയ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരാൽമരത്തെ താങ്കൾക്ക് അവിടെ കാണാൻ പറ്റും. മാധവൻ പിള്ള സന്യാസിവര്യനായ ഒരാൾ പറഞ്ഞതിൻ്റെ പേരിൽ നട്ട മരമാണ്. ആ മരം നട്ട് 4 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരാൺകുട്ടി ജനിച്ചു. തുടുതുടയിരിക്കുന്ന സുന്ദരനായ ഒരാൺകുട്ടി, മുതുകത്ത് ചുവന്ന നിറത്തിലുള്ള വലിയ മറുകുള്ള ആൺകുട്ടി. ഈ നമ്മുടെ ശരീരത്തിൽ മറുക് വന്നാൽ, ജനിക്കുമ്പോഴേ ഒരു മറുകുണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ ശരീരത്തിൽ ഒരു മറുക് വന്നാൽ എനിക്ക് കാണാൻ പറ്റുന്ന ഭാഗത്താണെങ്കിൽ ഭയങ്കര ഭാഗ്യവാനെന്നാണ് പറയുന്നത്. മലയാളത്തിലെ മറ്റൊരു ഭാഗ്യവാനായ മോഹൻലാലിൻ്റെ മുതുകത്ത് മഞ്ഞ നിറത്തിൽ വലിയൊരു മറുകുണ്ട്. ജയൻ്റെ മറുകത്ത് ചുവപ്പായിരുന്നു. വളരെ കുസൃതി കുടുക്കയായ സുന്ദരനായ കുട്ടിയായിരുന്നു. അങ്ങനെ 4 വർഷം കഴിഞ്ഞ്, ആൽമരം നട്ട് 4 വർഷം കഴിഞ്ഞ്, ഒരു കള്ളക്കർക്കിടക മാസത്തിൽ 1939 ജൂലൈ 25 വിശാഖ നക്ഷത്രത്തിൽ ജയൻ ജനിച്ചു. ജയന് പേരിട്ടത്
ബേബി എന്നായിരുന്നു. ആ ബേബിയാണ് പിൽക്കാലത്ത് കൃഷ്ണൻ നായരായും പിന്നെ ജയനായും മാറിയത്. എവിടെയോ ഒരു യാത്ര പോയി വരുന്നതിനിടയിൽ സത്രത്തിൽ വിശ്രമിക്കാനായി മഹാത്മാ അയ്യങ്കാളി ഇറങ്ങി. അദ്ദേഹത്തിൻ്റെ വില്ലുവണ്ടിയിൽ നിന്നിറങ്ങി. അയ്യങ്കാളിയെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടല്ലോ. കേരള പുലയ മഹാസഭയുടെ അധിപനായ അവശ്യ വിഭാഗങ്ങളുടെ ദൈവമായ അയ്യങ്കാളി കൊല്ലത്ത് സത്രത്തിൽ വിശ്രമിക്കാനായി ഇറങ്ങി. അദ്ദേഹം വില്ലുവണ്ടിയിൽ നിന്നിറങ്ങുമ്പോൾ ഓമനത്വമുള്ള ഒരു കുട്ടി, മുതുകത്ത് ചുവന്ന മറുകളുള്ളൊരു കുട്ടി മുറ്റത്ത് കളിക്കുകയായിരുന്നു. ആ കുട്ടിയെ സാഹൂതം കുറേ നേരം നോക്കി നിന്നിട്ട് അയ്യങ്കാളി സത്രത്തിൻ്റെ ചുമതലക്കാരനായ മാധവൻ പിള്ളയോട് ചോദിച്ചു, ഈ വിഗ്രഹം ഇരുന്ന ക്ഷേത്രം എവിടെയുണ്ട് എന്ന് ചോദിച്ചു. ഈ വിഗ്രഹം ഇരുന്ന ക്ഷേത്രം എവിടെയുണ്ടെന്ന്, അതായത് ആ കളിക്കുന്ന പിഞ്ചോമനയുടെ അമ്മ എവിടെ ഉണ്ടെന്നാണ് ചോദിച്ചത്. മാധവൻ പിള്ള പോയി ഭാരതിയമ്മയെ വിളിച്ചുകൊണ്ടെന്ന് കാണിച്ചു. ദീർഘദൃഷ്ടിയുള്ള അയ്യങ്കാളി പറഞ്ഞു, ഈ കുഞ്ഞ് നാളെ അറിയപ്പെടുന്നവനാവും. അതൊരു വീൺവാക്കായില്ല. മഹാത്മാ അയ്യങ്കാളി പറഞ്ഞ നാളെ ഇവൻ അറിയപ്പെടുന്നവനാവും ഈ കുഞ്ഞ് എന്ന് പറഞ്ഞ ബേബി എന്ന കൃഷ്ണൻ നായർ എന്ന ജയൻ 1972 മുതൽ 1981 വരെ അല്ലെങ്കിൽ 80 വരെ, 72 പോസ്റ്റ്മാനെ കാണാനില്ല എന്ന് പറഞ്ഞ പടത്തിൽ ചെറിയ വേഷമായിരുന്നു. ഒരു ജൂനിയർ ആർട്ടിസ്റ്റൊക്കെ ചെയ്യുന്ന വേഷമാണ് ചെയ്തത് ജയഭാരതിയുടെ ശുപാർശയിൽ. ജയഭാരതി ജയൻ്റെ അച്ഛൻ മാധവൻ പിള്ളയുടെ ഭാരതി അമ്മയുടെ സഹോദരൻ്റെ മകളാണ്. അങ്ങനെ ജയഭാരതിയുടെ ഒരു ശുപാർശയിൽ ബേബി അണ്ണ എന്ന് സ്നേഹത്തോടെ വിളിച്ചിരുന്ന, തുടക്കകാലത്ത് ഒരുപാട് സിനിമകളിൽ ജയന് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ ബേബി അണ്ണന് വേണ്ടി ശുപാർശ ചെയ്ത ജയഭാരതിയുടെ പ്രിയപ്പെട്ട ബേബി അണ്ണൻ പോസ്റ്റ്മാനെ കാണാനില്ല എന്ന ജയഭാരതിയുടെ ശുപാർശയിൽ അഭിനയിച്ച ആ സിനിമയെ കൂട്ടുകയാണെങ്കിൽ 1972 മുതൽ 1980 നവംബർ 16 വരെയാണല്ലോ ജയൻ്റെ അഭിനയ കാലഘട്ടം. അല്ല, ഈ ജൂനിയർ ആർട്ടിസ്റ്റായി അഭിനയിച്ചതുകൊണ്ട് പോസ്റ്റ്മാനെ കാണാനില്ല ഒഴിവാക്കുകയാണെങ്കിൽ 1974 വന്ന എൻ്റെ ഗുരുനാഥനായ ജെ.സി. സാറിൻ്റെ ശാപമോക്ഷം മുതൽ 1980 നവംബർ 16 വിട പറയുന്നത് വരെ വെറും 6 വർഷക്കാലം കൊണ്ട് മലയാള സിനിമയിലെ ഒരു ഇതിഹാസമായി മാറാൻ കഴിഞ്ഞ അതുല്യനായ നടനായിരുന്നു ശ്രീ ജയൻ. ജനിച്ച് 14 വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചത് തേവള്ളി കൊട്ടാരത്തിലെ ക്വാർട്ടേഴ്സിലായിരുന്നു. ഇവിടെ പലരും പറയുന്നത് അദ്ദേഹം ജനിച്ച വീട് പൊളിച്ചു കളഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. അല്ല, അദ്ദേഹം 14 വയസ്സ് വരെ ജീവിച്ചത് തേവള്ളി കൊട്ടാരത്തിൻ്റെ ക്വാർട്ടേഴ്സിലായിരുന്നു. കാരണം സത്രം സൂക്ഷിപ്പുകാരനാണല്ലോ ഇദ്ദേഹം. 14 വയസ്സ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം കൊയിലോൺ ജിംനേഷ്യം ഉണ്ടാക്കി. കൊല്ലത്ത് ഒരു ജിംനേഷ്യം ഉണ്ടാക്കി ഈ ചെറുപ്പക്കൂട്ടി. ആലോചിച്ച് അദ്ദേഹത്തിന് പ്രശസ്ത നിർമ്മാതാവും വ്യവസായിയുമായ ജനറൽ പിക്ചേഴ്സ് രവി മുതലാളിയുടെ അനുജൻ രാജേന്ദ്രൻ എന്ന് യഥാർത്ഥ പേരുള്ള ബാബു മുതലാളി, പിന്നെ കുണ്ടറ തമ്പി എന്ന് പറഞ്ഞ 2 കൂട്ടുകാരുണ്ടായിരുന്നു. ഇവർ 3 പേരും കൂടിയാണ് ഈ ജിംനേഷ്യം ഉണ്ടാക്കിയ കൊയിലോൺ ജിംനേഷ്യം. ചെറിയ ഡംബിൾസൊക്കെ വെച്ചിട്ടുള്ള ചെറിയ എക്സസൈസുകൾ. അവിടെ ആ പാലസ് റോഡ് എന്നറിയപ്പെട്ടിരുന്ന ഇദ്ദേഹം താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സിൽ നിലനിന്നിരുന്ന പാലസ് റോഡാണ് ഇപ്പോഴത്തെ ജയൻ നഗർ. ഇപ്പോൾ അറിയുന്നത് ജയൻ നഗർ എന്നാണ്. കൊല്ലം ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിലാണ് 10ാം തരം വരെ പഠിച്ചത്. 10ാം തരം വരെ പഠിച്ച അദ്ദേഹം 16ാമത്തെ വയസ്സിൽ 10 കഴിഞ്ഞുടൻ തന്നെ ബോയ്സ് നേവിയിൽ ചേർന്നു. 16 വയസ്സുകാരൻ ബോയ്സ് നേവിയിൽ ചേർന്ന് അദ്ദേഹം 15 വർഷം, ഏതാണ്ട് 31 വയസ്സ് വരെ അദ്ദേഹം ബോയ്സ് നേവിയിൽ ഉദ്യോഗസ്ഥനായിരുന്നു. അത് വീണ്ടും തുടർന്നു പോയനെ അതിനകത്തുണ്ടായ ചില കോൾഡ് വാറുകളുണ്ട്. പ്രൊമോഷനുമായി ബന്ധപ്പെട്ട ചില അസൂയാലുക്കൾ ഇദ്ദേഹത്തെ ഒതുക്കാൻ ശ്രമിക്കുന്നു എന്ന് കണ്ടപ്പോൾ വഴക്കിനൊന്നും പോയില്ല. അദ്ദേഹം ജോലി അവസാനിപ്പിച്ചിട്ട് പോന്നു. ഞാനിതൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇവൻ ഇതൊക്കെ എവിടുന്ന ഈ ആധികാരികമായി സംസാരിക്കുന്നു. ജയൻ്റെ അനുജനെ നിങ്ങൾക്കറിയാം, സോമൻ നായർ എന്ന് പറഞ്ഞ അജയൻ. അദ്ദേഹത്തിൻ്റെ മൂത്ത മകനാണ് കണ്ണൻ നായർ. കണ്ണനെയും നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാം. ഞാൻ ഇന്നലെയും കണ്ണനോട് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, കണ്ണ, സിദ്ധാർത്ഥ ശിവ ഇല്ലാത്ത ദിവസം നീ കോട്ടയത്ത് ചെന്ന് സിദ്ധാർത്ഥ ശിവയുടെ വീട്ടിൽ കയറി ആർക്കും മനസ്സിലാവില്ല. കാരണം സിദ്ധാർത്ഥ ശിവ എങ്ങോട്ട് പോയെന്ന് നോക്കണ്ട, അത്ര ഡിറ്റോയാണ് കണ്ണനും സിദ്ധാർത്ഥ ശിവ എന്ന നടനും സംവിധായകനും കൂടെ. വേമ്പനാടൊക്കെ എടുത്ത ശിവപ്രസാദ് സാറിൻ്റെ മകനാണ് സിദ്ധാർത്ഥ ശിവ. സിദ്ധാർത്ഥ ശിവയെ പോലെ ഇരിക്കുന്ന നല്ല ബോഡിയുള്ള കഷണ്ടി തലേനായ 45 വയസ്സുകാരനായ കണ്ണൻ
സത്യം പറഞ്ഞാൽ അയാൾ ഇപ്പോൾ ജീവിക്കുന്നത്, അയാൾ ഒരുപാട് കുഴപ്പം പിടിച്ച ജീവിതത്തിലൂടെ കടന്നുപോയി. അത് കഴിഞ്ഞ് ഒരുപാട് ട്രാജഡിയിൽപ്പെട്ടു, ഒരുപാട് അസുഖങ്ങളിൽപ്പെട്ട്, ബിസിനസ് പൊളിഞ്ഞ്, ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയ ചെറുപ്പക്കാരനാണ് കണ്ണൻ നായർ. പക്ഷേ ഞാൻ അയാളെ നമിക്കുന്നത് അല്ലെങ്കിൽ ബഹുമാനിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അയാളുടെ ജീവശ്വാസം എന്ന് പറയുന്നത് ജയനാണ്. അയാൾ കുട്ടിക്കാലത്ത് വിളിച്ചിരുന്നത് ബേബി എന്നാണ്. 4 വയസ്സ് കണ്ണനുള്ളപ്പോഴാണ് ജയൻ മരിക്കുന്നത്. ജയൻ്റെ എന്താ പറയുക, വാക്കിരി ഇടുന്നതായാലും ശരി, കുടമുടയ്ക്കുന്നതായാലും ശരി, ഒരു അച്ഛന് മകൻ ചെയ്യേണ്ട എല്ലാ കർമ്മങ്ങളും ചെയ്തത് കണ്ണൻ നായരാണ്. അയാളിപ്പോൾ ജീവിക്കുന്നത്, അയാളുടെ ശ്വാസോച്ഛ്വാസം തന്നെ ഞാൻ പറയും വലിയച്ഛനായ ജയനാണ്. അല്ലാതെ അയാളുടെ അച്ഛൻ സോമൻ നായരെയോ അല്ലെങ്കിൽ അമ്മയെക്കുറിച്ചോ അനുജനെക്കുറിച്ചോ അനിയത്തെക്കുറിച്ചോ ഒന്നുമല്ല അയാളുടെ ചിന്ത. അയാൾക്ക് എപ്പോഴും ചിന്തിക്കാൻ ഒരു കാര്യമേ ഉള്ളൂ, വലിയച്ഛനായിരുന്ന, ഞാൻ ബേബി ബേബി എന്ന് വിളിച്ച കൊച്ചു 4 വയസ്സുകാരൻ ബേബി ബേബി എന്ന് വിളിച്ച് വളർന്ന ജയനെക്കുറിച്ചാണ് അയാളുടെ മനസ്സിലെ എല്ലാ സ്വപ്നങ്ങളും. നേവി ഉദ്യോഗകാലത്ത് അവിടുത്തെ ആനിവേഴ്സറികളിൽ, അവിടുത്തെ പരിപാടികളിലൊക്കെ നാടകങ്ങൾ അഭിനയിക്കുന്ന ഒരു കലാകാരനായിരുന്നു ജയൻ. ആ നേവി ഉദ്യോഗകാലത്ത് അദ്ദേഹം എപ്പോഴും പാടി നടക്കുന്നൊരു പാട്ടുണ്ടായിരുന്നു, റോജാ മലരെ രാജകുമാരി എന്ന് പറഞ്ഞിട്ട്. റോജാ മലരെ രാജകുമാരി എന്ന് പറഞ്ഞ പാട്ട് വീര തിരുമകൻ എന്ന് പറഞ്ഞ 1962 പുറത്തു വന്ന AC ത്രിലോക് ചന്ദർ എന്ന് പറഞ്ഞ ഒരു തമിഴ് സിനിമയിലെ ഒരു കാലത്തെ പ്രശസ്തനായ സംവിധായകൻ സംവിധാനം ചെയ്ത സിനിമയാണ് വീര തിരുമകൻ. അന്ന് CL ആനന്ദൻ എന്ന് പറഞ്ഞൊരു നടനുണ്ടായിരുന്നു, CL ആനന്ദൻ. ഈ ആനന്ദൻ്റെ മകളാണ് ഡിസ്കോ ശാന്തി എന്ന് പറഞ്ഞ് മാദക നൃത്തം ചെയ്ത ഒരുപാട് വേഷങ്ങൾ മലയാള സിനിമയിൽ ചെയ്തു. CL ആനന്ദും സച്ചു പാടി അഭിനയിച്ച പാട്ടാണ് റോജാ മലരെ രാജകുമാരി. നിങ്ങൾ യൂട്യൂബിൽ തപ്പിയാൽ, ഈ വീര തിരുമകൻ എന്ന് പറഞ്ഞ പടത്തിൻ്റെ യൂട്യൂബിൽ തപ്പിയാൽ, അല്ലെങ്കിൽ റോജാ മലരെ രാജകുമാരി എന്ന് അടിച്ച് തപ്പിയാൽ ഈ പാട്ട് നിങ്ങൾക്ക് കാണാം. 1962 ഇറങ്ങിയാണ്, ഞാൻ ജനിക്കുന്നതിന് മുമ്പ്. ആലോചിച്ച് നോക്കിയേ, മനോഹരമായ ഒരു ലവ് സോങ്ങാണ്. ആനന്ദൻ ആരാണെന്ന് എനിക്ക് പോലും സത്യത്തിൽ അറിയില്ലായിരുന്നു. അത്രയും രസകരമായ നല്ല ലവബിളായിട്ടാണ് ആ പാട്ടിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ പാട്ട് പാടി നടക്കലായിരുന്നു അക്കാലത്ത്, നേവിയിൽ പോയ കാലത്ത് ജയൻ്റെ സ്വപ്നം. എന്നെങ്കിലും ഒരു കാലത്ത് വീര തിരുമകനിൽ ആനന്ദും സച്ചുവും പാടി അഭിനയിച്ച റോജാ മലരെ രാജകുമാരി എന്ന് പാടിയതുപോലെ മലയാള സിനിമയുടെ സ്ക്രീനിൽ എനിക്ക് പാടണമെന്ന് ആഗ്രഹിച്ച് നടന്ന ചെറുപ്പക്കാരനായിരുന്നു ജയൻ. കണ്ണദാസൻ എഴുതി, PB ശ്രീനിവാസനും P സുശീലയും പാടി. ഒരു കാലത്ത് MS വിശ്വനാഥൻ എന്നുള്ള സംഗീത സംവിധാനം ഇല്ലായിരുന്നു. വിശ്വനാഥൻ രാമമൂർത്തി കൂട്ടുകെട്ടായിരുന്നു. ശങ്കർ ഗണേഷ് എന്നൊക്കെ പറയുന്ന പോലെ, ലക്ഷ്മികാന്ത് പാരലാൽ എന്ന് പറയുന്നത് പോലെ വിശ്വനാഥൻ രാമമൂർത്തി ടീം ഒരുക്കിയ മനോഹരമായ ഗാനമാണ് റോജാ മലരെ രാജകുമാരി. നിങ്ങൾ ഈ പ്രോഗ്രാം കഴിയുമ്പോൾ നിങ്ങൾ ഈ പാട്ട് യൂട്യൂബിൽ കയറി കാണണം. അങ്ങനെ നേവിയിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, നേവിയിൽ നിന്ന് എന്താ പറയുക, ആ ജോലി രാജിവെച്ച് അദ്ദേഹം കൊല്ലത്തേക്കല്ല വന്നത്. അദ്ദേഹം പതുക്കെ കൊച്ചിയിലിറങ്ങി. അന്ന് കൊച്ചിയിൽ അല്ല, കേരളത്തിൽ അരിക്ക് ഒരുപാട് ക്ഷാമമുള്ള കാലമാണ്. അദ്ദേഹം കൊച്ചിയിൽ MS ഗുപ്ത എന്ന് പറഞ്ഞ ആളിൻ്റെ അരിയുടെ ഹോൾസെയിൽ ബിസിനസ് നടത്തുന്ന MS ഗുപ്തയുടെ PRO ആയി മാറി ജയൻ. അന്ന് അദ്ദേഹത്തിനൊരു ജാവ ബൈക്കുണ്ട്. അദ്ദേഹത്തെ വിളിക്കുന്ന ജാവ നായർ എന്നായിരുന്നു. ജാവ ബൈക്കിൽ അരിയുടെ PRO ആയിട്ട് ഈ വലിയ വലിയ കടകളിൽ ചെന്ന് ഓർഡർ എടുത്ത് അരികൾ സപ്ലൈ ചെയ്യലായിരുന്നു അദ്ദേഹത്തിന് ജോലി. ജയൻ നേവിയിൽ നിന്ന് വന്ന ശേഷം അദ്ദേഹം വീട്ടിൽ വന്നിട്ടേ ഇല്ല. വീട്ടിൽ അനുജനും അമ്മയേ ഉള്ളൂ, അവർക്ക് കൃത്യമായി കാശ് കൊടുക്കുമായിരുന്നു. അങ്ങനെ MS ഗുപ്തയുടെ PRO ആയി ജീവിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിലെ സ്വപ്നം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റോജാ മലരെ രാജകുമാരി എന്ന് പറഞ്ഞതുപോലെ സ്ക്രീനിൽ വെള്ളിത്തിരയിൽ എനിക്ക് പ്രകടനം നടത്തണമെന്ന ആഗ്രഹമായിരുന്നു. അദ്ദേഹം എല്ലാ വൈകുന്നേരങ്ങളിലും ഒരു വലിയ സുഹൃത്ത് സദസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതൊന്ന് പ്രധാനമായും ജോസ് പ്രകാശിൻ്റെ മകൻ രാജൻ പ്രകാശ് നടത്തുന്ന കടയുടെ മുന്നിൽ വന്ന് കൃഷ്ണൻ നായർ ഇങ്ങനെ നിൽക്കും. ഇടയ്ക്കിടയ്ക്ക് ജോസ് പ്രകാശ് വർക്കില്ലാത്തപ്പോൾ ബ്രേക്ക് ആകുമ്പോഴൊക്കെ കടയിൽ വന്നിരിക്കും. അങ്ങനെ ജോസ് പ്രകാശുമായിട്ട് നല്ല ബന്ധമായി. ജോസ് പ്രകാശിനോട് തൻ്റെ ആഗ്രഹം പറഞ്ഞു. ആ ആഗ്രഹം ജോസ് പ്രകാശ് നിറവേറ്റി കൊടുത്തതാണ് 1974 ഇറങ്ങിയ എൻ്റെ ഗുരുനാഥനായ JC സാറിൻ്റെ ശാപമോക്ഷത്തിൽ ശ്രീ KP ഉമ്മറിൻ്റെയും ഷീലാമ്മയുടെയും ഒരു വിവാഹ സീനിൽ ഒരു പാട്ടുപാടി, മൈക്ക് വെച്ച് പാട്ട് പാടുന്ന ഒരു സീൻ. ഒരു പാട്ടുപാടൽ മാത്രമേ ഉള്ളൂ, 3 മിനിറ്റ് നിൽക്കുന്ന ഒരു വേഷം.
നിങ്ങളിപ്പോഴും അത് കണ്ടു നോക്കൂ. ശാപമോക്ഷത്തിൽ അദ്ദേഹം ആ പാട്ട് പാടുന്ന, ആ കല്യാണ റിസപ്ഷന് പാടുന്നത് കണ്ടാൽ ഒരു തുടക്കക്കാരനായ ഒരാളാണ് ആ വേഷം ചെയ്യുന്നതെന്ന് ഒരിക്കലും നിങ്ങൾ ആരും പറയില്ല. ഒരു ഇരുത്തം എന്ന നടൻ ചെയ്യുന്നത് പോലെ മനോഹരമായി അദ്ദേഹം ആ വേഷം അഭിനയിച്ച് ഫലിപ്പിച്ചു. ശാപമോക്ഷം കഴിഞ്ഞപ്പോൾ ആ പടത്തിലെ പാട്ട് നോട്ടബിളായി. അത് കഴിയുമ്പോൾ പഞ്ചമി എന്ന് പറയുന്ന സിനിമയിൽ KP ഉമർ അഭിനയിക്കേണ്ട ഒരു വേഷമുണ്ട്. നസീർ സാറും ജയഭാരതിയുമാണ് നായകനും നായിക. ഉമ്മർ സാറിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെ ഞാൻ ഡേറ്റ് വാങ്ങിയിരിക്കുമ്പോൾ വേറൊരാൾ ചെന്നിട്ട് പറയണം അതിൻ്റെ ഇരട്ടി പൈസ തരാമെന്ന് പറഞ്ഞാലും KP ഉമർ പോകില്ല. KP ഉമർ പറയും 1 മുതൽ 30 വരെ ഞാൻ മിസ്റ്റർ ദിനേശിന് കൊടുത്തിരിക്കുകയാണ്, നിങ്ങൾ ദിനേശുമായി സംസാരിക്കൂ എന്ന് പറയുന്ന ഒരാളാണ്. അയ്യോ അതല്ല, ഇതൊരു വലിയ പടമാണ്, അതൊന്നും എൻ്റെ പ്രശ്നമല്ല എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ എന്തുകൊണ്ടോ അദ്ദേഹത്തിന് പഞ്ചമിയിൽ കൃത്യസമയത്ത് എത്താൻ പറ്റിയില്ല. പകരം ആര് എന്നുള്ള ആലോചന നടക്കുമ്പോൾ അമ്മാവൻ്റെ മകനായ ജയന് വേണ്ടി ജയഭാരതി ഹരിഹര സാറുമായിട്ട് സംസാരിച്ചു. സാർ, എൻ്റെ ഒരു കസിനുണ്ട്, നല്ല നേവിയിൽ നിന്നൊക്കെ വന്ന ആളാണ്, നല്ല ശരീരപുഷ്ടിയുള്ള ആളാണ്. ഇതിൽ ആ ഫോറസ്റ്റ് റേഞ്ചറുടെ വേഷത്തിന് ഉമ്മക്ക വരുന്നില്ല എങ്കിൽ ആ വേഷം ഈ കൃഷ്ണനായർക്ക് കൊടുത്താൽ നന്നായി. അദ്ദേഹത്തിൻ്റെ പേരിപ്പോൾ ജയനെന്നാക്കി ജെയ്സി സാർ. ആ വേഷം കൊടുത്താൽ അദ്ദേഹം നന്നായി ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ശാപമോക്ഷത്തിൽ നന്നായിട്ട് ആ പാട്ട് സീനിൽ അഭിനയിച്ചു. പിന്നെ പോസ്റ്റ്മാനെ കാണാനുള്ളൊരു ചെറിയ വേഷമാണെങ്കിലും അതും നന്നായിട്ട് ചെയ്തു. സാറൊന്ന് നോക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഹരിഹരൻ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി കാണുകയും അങ്ങനെ പഞ്ചമിയിലെ ആ ഫോറസ്റ്റ് റേഞ്ചറുടെ, ആന ചവിട്ടി കൊല്ലുന്ന ഫോറസ്റ്റ് റേഞ്ചറുടെ വേഷം കൊടുത്തു. ആ വേഷത്തോടു കൂടി എന്താ പറയുക, മലയാള സിനിമയിലെ ഒരു നടനായി അദ്ദേഹം എന്താ പറയുക, വലതുകാല് വെച്ച് കയറിയതുപോലെ അദ്ദേഹം വലിയ വിജയമായി മാറി. സിനിമ നടനായി 1980 അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതിഫലം 75,000 രൂപയാണ്. 75,000 രൂപ പ്രതിഫലം, 25,000 രൂപ അഡ്വാൻസ് കൊടുക്കണം. അങ്ങനെ വാങ്ങിയ ഒരുപാട് കാശ് മലയാളത്തിലെ എനിക്കറിയാവുന്ന ഒരു നടിയും എറണാകുളത്തുള്ള സുഹൃത്തായ ഒരു അച്ചായൻ്റെയും കയ്യിലായിരുന്നു ഇദ്ദേഹം കാശ് ഏൽപ്പിച്ചിരുന്നത്. ആ നടി അതുകൊണ്ട് ചില സിനിമകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്തെങ്കിലും എങ്ങും എത്തിയില്ല. കാരണം ശാപം പിടിച്ച പൈസയായിരുന്നു. ഒരു വലിയ മനുഷ്യൻ്റെ പൈസ അടിച്ചു മാറ്റിയാൽ എവിടെ രക്ഷപ്പെടാൻ? ഒരുപാട് പൈസ കഷ്ടപ്പെട്ട് ഉറക്കം ഒഴിഞ്ഞ് ജയനുണ്ടാക്കിയെടുത്ത ഒരുപാട് കാശ് ഒരു നടിയുടെ കൈവശം ആയിപ്പോയി എന്നുള്ളത് ഈ സമയം ഞാൻ ഓർക്കുന്നു.